المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بحي الصفراء ببريدة. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലയിലെ കരുളായിയിലെ ഫിറോസ് എന്ന ചെറുപ്പക്കാരൻ്റെ മരണം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചകൾക്ക് കാരണമായി തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി ലിവർ സിറോസിസ് എന്ന രോഗത്തിന് അടിമയായിരുന്നു ഫിറോസ്. പിന്നീട് ആ രോഗം മൂർച്ഛിക്കുകയും പല ഡോക്ടർമാരുടെയും അരികിൽ ചികിത്സ തേടിയെത്തുകയും അതുകൊണ്ടൊന്നും കാര്യമായ മാറ്റം വരാതിരുന്നപ്പോൾ മഞ്ചേരിയിലെ ഒരു ജിന്ന് ചികിത്സാ കേന്ദ്രത്തിൽ അദ്ദേഹത്തെ ചികിത്സിക്കുകയും അതുകൊണ്ടും രോഗം ഭേദമാകാതെ വന്നപ്പോൾ വേറെ പല ഹോസ്പിറ്റലുകളിലും അദ്ദേഹത്തെ ചികിത്സിക്കുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്ന വാർത്തയാണ് നാം അറിഞ്ഞത്. വളരെ വേദനയോടുകൂടെയാണ് ഫിറോസിൻ്റെ മരണവാർത്ത നാം കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു മരണവാർത്ത മതപ്രബോധകരാണെന്ന് പറയുന്ന ചില ആളുകൾ ആഘോഷമാക്കി മാറ്റുകയും സംഘടനാ വിരോധം തീർക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രതിയോഗികളെ തളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരായുധമാക്കി പല കാര്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ ഒരു നിലപാടായിപ്പോയി അത് എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആരെയും വിമർശിക്കുന്നതിന് വേണ്ടിയോ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയോ അല്ല. ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് ആശ്വാസം നൽകുകയും അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷേ അവരുടെ മനസ്സിനെ നോവിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കേണ്ടതായിരുന്നു എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അദ്ദേഹം എറണാകുളത്ത് ചികിത്സയിലായിരിക്കുമ്പോൾ ഫിറോസിൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരികയും നിലമ്പൂർ വല്ലപ്പുഴ സ്വദേശിയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം വന്ന് റൂമിലേക്ക് പ്രവേശിച്ച് റൂമിലുള്ള മുഴുവൻ ആളുകളെയും പുറത്താക്കി പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ് റൂമടച്ച് അങ്ങനെ ഫിറോസുമായി സംസാരിച്ച് ഫിറോസിനെ വശീകരിച്ചുകൊണ്ടും അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുമാണ് ഫിറോസിൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ്, അതിൻ്റെ പിന്നിൽ ഈ ഒരു സഹോദരൻ്റെ പ്രവർത്തനമാണ് എന്നാണ് ഇപ്പോഴുള്ള ആരോപണം. ഏതാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി തങ്ങളുടേതായ താല്പര്യങ്ങളും തങ്ങളുടേതായ സ്വാർത്ഥ ലാഭങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി പലരും പല നിലക്കുള്ള പ്രചാരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. ഏതാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന നിലക്ക് പല മെസ്സേജുകളും പല ആളുകളും ഷെയർ ചെയ്തതുകൊണ്ട് തന്നെ ഫിറോസിൻ്റെ പിതാവ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അവസാനമായി നമുക്ക് കിട്ടിയ വാർത്ത. ഒന്നാലോചിച്ച് നോക്കൂ, എന്തുമാത്രം വേദനാജനകമായ കാര്യമാണ്. ഒരു സഹോദരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ നിയമപരമായ നിലക്ക് ആ വിഷയത്തെ നേരിടേണ്ടതിന് പകരം പല ആളുകളുടെ പേരിലും പല നിലക്കുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് പല ആളുകളും ഈ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മതപ്രബോധകരാണെന്ന് പറയുന്ന ആളുകൾ പോലും ഒരിക്കലും നമുക്കത് യോജിച്ചതല്ല എന്നാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ളത്. ആരാണ് സഹോദരങ്ങളെ ഫിറോസിനെ ചികിത്സിച്ചത്? ഫിറോസിനെ ചികിത്സിച്ചവർ അവർക്ക് സലഫികളുമായി വല്ല ബന്ധവുമുണ്ടോ? എല്ലാം പറയാം. പക്ഷേ അതിനു മുമ്പ് ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു വിവാദമുണ്ടായപ്പോൾ പുരോഗമന ചിന്ത തലക്ക് പിടിച്ച ചില ആളുകൾ ജിന്നുബാധയെ നിഷേധിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ആ നിലക്കുള്ള ചില പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ്
ഇത്തരം പോസ്റ്റുകൾക്ക് പിന്നിൽ എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഇത്തരം ആളുകൾ പറയുന്നത് എന്താണ്? പിശാചിന് മനുഷ്യനിൽ ദുർബോധനം നടത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയുകയില്ല എന്നാണ് ചില പോസ്റ്റ് ഉടമകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ് മനുഷ്യ ശരീരത്തിൽ പിശാച് പ്രവേശിക്കുമെന്ന കാര്യത്തിൽ. മുസ്ലിമീങ്ങളിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനും അതിന് നിഷേധിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി ആ വിഷയം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതേയുള്ളൂ. ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് നിരത്താൻ കഴിയും. എന്നാൽ പ്രമാണങ്ങളെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും അവരോട് പറയാനില്ല. സഹോദരങ്ങൾ, ഇന്ന് മുസ്ലിം സമുദായത്തിന് സംഭവിച്ച ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ ചില ആശയങ്ങൾ രൂപപ്പെടുത്തി ഉണ്ടാക്കുകയും അങ്ങനെ അവരുടെ ചിന്തയിലുള്ള ആശയങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും തെളിവുകൾ അന്വേഷിച്ച് തങ്ങളുടേതായ ആ ചിന്താധാരകളെ ശരിപ്പെടുത്തുന്ന നിലക്കുള്ള ദുർവ്യാഖ്യാനങ്ങളാണ് ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അള്ളാഹുവും റസൂലും പറഞ്ഞതിലേക്ക് നമ്മൾ കീഴൊതുങ്ങി അതനുസരിക്കാനുള്ള സമീപനമല്ല പലർക്കും ഉള്ളത് എന്നത് വളരെയധികം വേദനാജനകമാണ്. പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ തന്നെ പച്ചക്ക് ഹദീസുകളെയും ഹദീസുകളെ നിഷേധിക്കുകയും വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പിശാചിന് ദുർബോധനം നടത്താൻ മാത്രമാണോ കഴിയുക? ശാരീരികമായി മനുഷ്യനെ ഉപദ്രവിക്കാൻ പിശാചിന് കഴിയും, ജിന്നുകൾക്ക് കഴിയും എന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എത്രയോ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സ്വഹീഹുൽ ബുഖാരി തന്നെ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാം വിശദീകരിക്കുക ഈ സമയത്ത് സാധ്യമല്ല. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കുല്ലു ബനി ആദം യതഅനു ശൈത്താനു ഫീ ജംബൈഹി ബിഇസ്ബഇഹി ഹീന യൂലദ്. ആദമിൻ്റെ ഏത് സന്തതികളാണെങ്കിലും ഏത് മനുഷ്യർ ജനിച്ചു വീഴുന്ന സമയത്തും പിശാച് അവൻ്റെ വിരലുകൾ കൊണ്ട് ആ മനുഷ്യ കുഞ്ഞിൻ്റെ ഇരു പാർശ്വങ്ങളിലും കുത്തുകയും അങ്ങനെ ആ വേദന കൊണ്ട് ആ കുട്ടി കരയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതിൽ നിന്ന് ഈസ ഇബ്നു മറിയം മാത്രമാണ് ഒഴിവായിട്ടുള്ളത് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ വളരെ കൃത്യമായി കാണാം. ഇത് ദുർബോധനമാണോ, അതോ ഇത് ശാരീരികമായ നിലക്കുള്ള ഉപദ്രവമാണോ? എന്തിനേറെ അന്തിമ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോലും ശാരീരികമായി ഉപദ്രവിക്കുന്നതിന് വേണ്ടി പിശാചുക്കൾ വന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് പഠിപ്പിച്ചത്. ഇന്ന ഇഫ്രീതം മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട മല്ലനായ ഒരാൾ എൻ്റെ അടുക്കൽ വരികയും എന്നെ ശാരീരികമായി ഉപദ്രവിക്കുവാനും എൻ്റെ നമസ്കാരം മുറിക്കുവാനും ശ്രമിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശാരീരികമായി ഉപദ്രവിക്കും, അതല്ലാതെ ദുർബോധനം മാത്രമേ നടത്താൻ കഴിയൂ എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പം നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ട സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ഞങ്ങൾ പുരോഗമനവാദികളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞ് നിഷേധിച്ചുകൊണ്ടല്ല പുരോഗമനത്വം അതല്ലെങ്കിൽ പുരോഗമനവാദിയായി ചമയേണ്ടത് എന്നാണ് ഇത്തരം ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്. നിഷ്പക്ഷമായി പ്രമാണങ്ങളെ പഠിക്കുക, അതല്ലേ? അങ്ങനെ മധ്യമ നിലപാട് സ്വീകരിക്കുക. അതിവാദങ്ങളിലേക്കും ഉള്ളതിനെ നിഷേധിക്കുന്നതിലേക്കും നമ്മൾ പോകരുത്. മധ്യ നിലപാടാണ് നമ്മൾ ഏത് വിഷയത്തിലും സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ഈ വിഷയം ചർച്ചയായപ്പോൾ തന്നെ ബഹുമാന്യനായ അബ്ദുള്ള സാഹിബിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കാണാനിടയായി. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോടെ എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനിയും അദ്ദേഹത്തിന് ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശബ്ദിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനോട് ഞാൻ ചില വിയോജനക്കുറിപ്പുകൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് റുഖിയ, ശർഈയായ റുഖിയയെ തന്നെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ വ്യാജ ഡോക്ടർമാരുണ്ട്. വ്യാജ ഡോക്ടർമാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥ ഡോക്ടർമാരെ തന്നെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പോൾ റുഖിയയുടെ പേരിൽ പല ചൂഷണങ്ങളും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യമാണത്, അംഗീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ശർഈയായ നിലക്ക് ചൂഷണങ്ങളില്ലാത്ത റുഖിയയെ തള്ളിപ്പറയുന്നതിൽ എന്തർത്ഥമാണ് അബ്ദുള്ള സാഹിബ്?
നിങ്ങൾ ഈ വിഷയത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയേയില്ല. ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ കേരളത്തിലെ ചില ആളുകൾ മാത്രമല്ലല്ലോ പണ്ഡിതന്മാർ. മുസ്ലിം ലോകത്ത് ഇത്രയും കാലമായി, നൂറ്റാണ്ടുകളായി അഹ്ലുസുന്നത്ത് അംഗീകരിച്ചു പോരുന്ന മുജ്തഹിദുകളായ പണ്ഡിതന്മാർ, അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ലാത്തൊരു വിഷയമാണിത്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞതുപോലെ, വഖദ് അജ്മഅൽ ഉലമാഉ അലാ ജവാസിർ റുഖ, റുഖിയ ശർഈയായ നിലക്കുള്ള റുഖിയ ജായിസാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. എന്താ ഇജ്മാ എന്ന് പറഞ്ഞാൽ? ഇത്തിഫാഖ് മുജ്തഹിദിൽ ഉമ്മ ബഅദ വഫാത്തി നബിയിഹിം. ഈ ഉമ്മത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ അവരുടെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഏകാഭിപ്രായത്തിലെത്തുന്ന കാര്യങ്ങൾക്കാണല്ലോ ഇജ്മാ എന്ന് പറയുന്നത്. ആ നിലക്കുള്ളൊരു വിഷയമാണ് റുഖിയ. അതിനെ നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യം എന്താണ്? അത് കൃത്യമായി നമ്മൾ പഠിച്ചാൽ വിഷയം തീരുന്നതേയുള്ളൂ. പക്ഷേ നമ്മളതിനെ നിഷേധിക്കരുത്. പണ്ഡിതന്മാർ വെറുതെയാണോ ഇത് പറഞ്ഞത്? അതല്ലെങ്കിൽ ഇജ്മാ ഉണ്ട് എന്ന് വെറുതെയാണോ പറഞ്ഞത്? അല്ല, അവർക്ക് ആ വിഷയത്തിൽ പ്രമാണങ്ങളുടെ പിൻബലമുണ്ട്. ഇപ്പോൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബഅസ ബിർറുഖ മാ ലം യകുൻ ഫീഹി ശിർകുൻ. ശിർക്ക് കലർന്നതല്ലാത്ത, ശിർക്കില്ലാത്ത റുഖിയ അതിന് കുഴപ്പമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ആശയം വരുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. നിങ്ങളത് പരിശോധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയുകയില്ല. എങ്കിൽ പരിശോധിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടും നിഷേധിച്ചുകൊണ്ടുമല്ല നമ്മുടെ പുരോഗമന ചിന്തയെ നമ്മൾ അവതരിപ്പിക്കേണ്ടത്. മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിൽ മധ്യമമായ നിലപാടാണ് നമ്മൾ ഏത് വിഷയങ്ങളിലും സ്വീകരിക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണം അംഗീകരിക്കുന്നുവെങ്കിൽ ഈ വിഷയത്തെ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ നിങ്ങൾക്ക് സാധ്യമല്ല. നമ്മൾ ചൂഷണങ്ങളെ എതിർക്കുന്നതോടൊപ്പം ഉള്ളത് അംഗീകരിക്കാനുള്ള ഒരു വിശാലമായ മനസ്കത നമുക്കുണ്ടാകണം. അതല്ലാതെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന നമ്മൾ തന്നെ ഈ പ്രമാണങ്ങളെ നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. ഈ വിഷയം വസ്തുനിഷ്ഠമായി ഞാൻ നിങ്ങളെ ആക്ഷേപിക്കാൻ അബ്ദുള്ള സാഹിബ് എൻ്റെ സംസാരം കേൾക്കുന്നുവെങ്കിൽ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും ആദരവോടുകൂടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ വിമർശിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഈ വിഷയം നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുക, റുഖിയയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ സമാഹരിക്കുക, അതുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകം വിലയിരുത്തിയ നിലപാടുകൾ മനസ്സിലാക്കുക. ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ സമാഹരിച്ചു വെച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ എന്ത് സഹായങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വിഷയങ്ങളെ നിഷ്പക്ഷമായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല ആളുകളും പലതിനെയും നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കരുളായി സംഭവവുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മളതിൻ്റെ ശരിയായ നിലപാടിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്താണ് ഈ റുഖിയ എന്ന് പറഞ്ഞാൽ? അത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ഞെട്ടേണ്ടതോ അതെന്തോ ഒരു പ്രാകൃതമായ സംഗതിയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്താണ് റുഖിയ. റുഖിയ എന്ന് പറഞ്ഞാൽ ഹിയ അൽ ഖിറാഅത്തു വൻ നഫ്സു ത്വലബൻ ലിശിഫാഇ വൽ ബുർഇ വൽ ആഫിയ മിനൽ അസ്ഖാം സവാഅൻ കാനത് മിനൽ ഖുർആൻ ഔ മിനൽ അദ്ഇയത്തിൻ നബവിയ്യത്തിൽ മഅ്സൂറ. ഇത്രയേ ഉള്ളൂ. റുഖിയ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ പാരായണമാണത്. വൻ നഫ്സു ഉമിനീര് കലർത്തിക്കൊണ്ടുള്ള ഊത്തുമാണത്. എങ്ങനെ? ത്വലബൽ ലിശിഫാഇ വൽ ബുർഇ വൽ ആഫിയ മിനൽ അസ്ഖാം. രോഗങ്ങളിൽ നിന്ന് ശമനം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് രോഗശമനം പ്രതീക്ഷിച്ചുകൊണ്ട്, റബ്ബിൽ നിന്നുള്ള ശമനം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുന്നു. അതല്ലെങ്കിൽ സ്ഥിരപ്പെട്ട മഅ്സൂറായ നിലക്കുള്ള പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അദ്ഇയ്യത്ത് പ്രാർത്ഥനകൾ അത് ഓതിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ മന്ത്രിക്കുന്നു. ഇതാണ് റുഖിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഹോദരങ്ങളെ, ഇത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇതിപ്പോൾ മുജാഹിദുകൾ പറയുന്നൊരു വിഷയമല്ല. കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു പോകുന്നൊരു സംഗതിയാണിത്. ഇതിപ്പോൾ ഉണ്ടായൊരു വിഷയമാണ് എന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല. ഇപ്പോൾ KNM തന്നെ സ്ഥാപക നേതാവായ KM മൗലവി 1930കളിൽ അദ്ദേഹം നൽകിയ ഫത്വകളിൽ നമുക്ക് ഈ വിഷയം പരാമർശ വിധേയമായത് കാണാൻ കഴിയും. ഞാനത് വായിക്കുന്നില്ല, നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാകും. അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ന് മർക്കസു ദഅവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുവതയാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഒരുപാട് മുജാഹിദുകളുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ 2000 ഷബാബിൽ, അതേപോലെ തന്നെ CP ഉമർ സുല്ലമി, എല്ലാവരും ഈ വിഷയം പരാമർശിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെ നിഷേധിക്കേണ്ട ഒരു സംഗതിയല്ല. അപ്പോൾ പിശാചു ബാധയാണ്
എന്ന് സംശയിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ മറ്റു ചികിത്സകളൊക്കെ നമ്മൾ നടത്തുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി റുഖിയ ചെയ്യാൻ വേണ്ടി ഉദ്ധരിക്കപ്പെട്ട ദുആകളുണ്ട്. അത് ഓതി നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തെ മന്ത്രിക്കാം. അതേപോലെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമുക്ക് മന്ത്രിച്ചു കൊടുക്കുന്നതിനും വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം മന്ത്രിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വഹാബത്ത് ആ മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സഹാബത്തിൻ്റെ സലഫിൻ്റെ മാതൃകയാണ്, ഇസ്ലാമിലുള്ള ഒരു കാര്യമാണ്. ഇതിലിപ്പോൾ എന്താണ് ഇത്ര പ്രാകൃതമായത്? ഇതിലിപ്പോൾ എന്താണ് ഇത്ര പീഡനമുറകൾ? ഒന്നുമില്ല. ഇത് വളരെ ലളിതമാണ്, വളരെ സുതാര്യമാണ്. എന്നാലോ ഇതിൻ്റെ പിന്നിൽ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ചൂഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളുടെ പിന്നിലും ചൂഷണങ്ങൾ നടത്തുന്ന ചൂഷകന്മാരുണ്ടല്ലോ, അല്ലേ? അപ്പോൾ പ്രധാനമായും റുഖിയയുടെ പേരിൽ 2 നിലക്കുള്ള ചൂഷണങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. എൻ്റെ ശ്രോതാക്കൾ വസ്തുനിഷ്ഠമായി ഈ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയണം. എന്താണ് 2 നിലക്കുള്ള ചൂഷണം? ഒന്ന്, ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുകയും അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന തങ്ങന്മാരും ബീവിമാരും അതേപോലെ തന്നെ സിദ്ധന്മാരും ജിന്നുമ്മമാരുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ പേരിൽ സമൂഹം പല പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേട്ട ഒരു സഹോദരിയുടെ വളരെ ദയനീയമായ വർത്തമാനം നമ്മൾ കേട്ടതാണ്, അല്ലേ? സിദ്ധന് വഴങ്ങിക്കൊടുക്കാൻ, തങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ പേരിൽ ഈ മേഖലയിലുള്ള ചൂഷണമാണത്. അതേപോലെ തന്നെ വേറൊരു ചൂഷണം എന്താണ്? തൗഹീദിൻ്റെ മറ പിടിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന ഈ നിലക്കുള്ള ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ. അവർക്കതിൻ്റെ പിന്നിൽ അവരുടേതായ ഒരു ജീവിത മാർഗമാണ്, കാര്യലാഭങ്ങളുണ്ട്. ആ വിഷയത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ രണ്ടിനെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു മഞ്ചേരിയിലുള്ള ഒരു ജിന്ന് ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് ഫിറോസിനെ കൊണ്ടുപോയത്. നമ്മൾ മനസ്സിലാക്കണം, അത്തരം കേന്ദ്രങ്ങൾ, ഈ നിലക്ക് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ അവർ സലഫികളുമായി ബന്ധമുള്ള ആളുകളല്ല. സലഫികളുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. അത് നമ്മൾ തീർത്ത് പറയുകയാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത്തരം ആളുകൾ ചെയ്യുന്ന ഇവരുടേതായ ഇത്തരം നിലപാടുകളെ തുറന്ന് എതിർക്കുകയും അതിനെ എതിരെ ശബ്ദിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്ന് ഈ സന്ദർഭത്തിൽ പറയണം. പല ആളുകളും പറയണം, മുജാഹിദുകൾ ഇപ്പോൾ ആളുകളെ കൊല്ലാൻ തുടങ്ങിയോ? അതേപോലെയുള്ള പ്രചരണങ്ങളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്കിതുമായി ബന്ധമില്ല. അപ്പം ഞാൻ എൻ്റേതായ ഒരു അനുഭവം തന്നെ പറയാം. അപ്പം ഇത്തരം ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ നടത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ആളുകളോട് അവരുടെ നിലപാടുകൾക്കെതിരെ ശക്തമായി നമ്മൾ സംവാദങ്ങളും അതേപോലെ തന്നെ വാട്സാപ്പിലൂടെ ചർച്ചകളുമൊക്കെ നടത്താറുണ്ട്. ഏകദേശം 1 വർഷം മുമ്പ് വരെ നമ്മൾ ഇത്തരം ആളുകളോട് ചർച്ചകൾ നടത്തിയിരുന്നു. പിന്നീട് ഇവരുടെ സ്വഭാവവും സംസ്കാരവും, സംസാരിക്കാൻ കൊള്ളാത്ത അറപ്പുളവാക്കുന്ന സംസാരങ്ങളും സമീപനങ്ങളും ഇവരിൽ നിന്നുണ്ടായ സമയത്ത് ഇവരുടെ ആദർശത്തെ എതിർക്കുന്നതിൻ്റെ പേരിൽ തെറി പറയുന്ന സമീപനം സ്വീകരിച്ചപ്പോൾ ഇവരെ നമ്പറുകൾ ബ്ലോക്കാക്കി ഇവരെ അവരുടെ പാട്ടിന് വിടുകയാണ് നമ്മൾ ചെയ്തത്. ഒരിക്കലും നമുക്ക് ഇത്തരം ആളുകളോട് ബന്ധമില്ല. കാരണം എന്താണ്? ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അനിസ്ലാമികമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഒന്നാമതായി ഇത്തരം കേന്ദ്രങ്ങൾ ഇവർ നടത്തുന്നത് തന്നെ ഇവരുടെ ജീവിത മാർഗമാണ്. അങ്ങനെയാണല്ലോ, മതത്തെ വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വലിയ ഫീസുകൾ നിശ്ചയിച്ചുകൊണ്ട് ഇത്തരം സംഗതികൾ ഇവർ ചെയ്യുന്നു. ഇത് ഇവരുടെ ഒരു ജീവിത മാർഗമാണ്. അതിന് സലഫിയത്തിലേക്ക് ആരും ചേർത്ത് കെട്ടേണ്ടതില്ല. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് റുഖിയ ചെയ്യണമെങ്കിൽ അതിനുണ്ടാകേണ്ട ഒരു യോഗ്യതയുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ അത് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? റാക്കിക്ക് ഉണ്ടാകേണ്ട സിഫാത്തുകളുണ്ട്. ആ സിഫാത്തുകളിൽ ഏറ്റവും പ്രധാനമായ ഗുണമേതാണ്? അയാൾ ശരിയായ അഖീദയുടെ ആളായിത്തീരണം. മാത്രമല്ല, അൻ യകൂന മിൻ അഹ്ലിൽ ഖൈരി വസ്സലാഹി വൽ ഇസ്തിഖാമ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വലാഹും തഖ്വയും ഇസ്തിഖാമത്തും ഉണ്ടാകണം. എന്താണ് പറഞ്ഞത്? ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം, നല്ല സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഉടമയാകണം, ജീവിതത്തിൽ സൂക്ഷ്മത വേണം. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഞ്ചേരിയിലും പാണ്ടിക്കാടും പരിസര പ്രദേശങ്ങളിലും ഈ സംഭവവുമായി നടക്കുന്ന ആളുകൾ, അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ, എൻ്റെ സംസാരം കേൾക്കുമ്പോൾ അനുഭവമുള്ള ആളുകളുണ്ടാകും. അവരോട് സംസാരിച്ചാൽ കേൾക്കേണ്ടി വരുന്ന വർത്തമാനങ്ങൾ, അറപ്പുളവാക്കുന്ന സംസാരങ്ങൾ, സംസ്കാരശൂന്യരായ ചില ആളുകൾ, അല്ലേ? ഒരു മുസ്ലിമിന് ഈ നിലക്കുള്ള സംസ്കാരം ഉണ്ടാവുമോ? എന്ത് സലഫിയത്താണ് ഇവർക്കുള്ളത്? ഇതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? പൂർവ്വസൂരികളുടെ മാതൃകയാണോ ഇത്? 4 കാലുള്ള ജീവികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ തന്നെ അഭിസംബോധന ചെയ്യുന്നത്. പണ്ഡിതന്മാരെ തെറി പറയുന്നു. ഇവരുടെ ആദർശത്തെ എതിർക്കുന്നവരെ തെറി പറയാനും ചീത്ത പറയാനും അവഹേളിക്കാനും
എന്ത് ഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കുവാനും ഒരു മടിയില്ലാത്ത, അറപ്പുളവാക്കുന്ന ആളുകൾ, റമദാൻ മാസത്തിൽ പോലും തെറി പറയുന്ന ആളുകൾ. എൻ്റെ അനുഭവമാണ്. ഞാൻ റമദാൻ മാസത്തിൽ ഇത്തരം ആളുകളുടെ നമ്പറുകൾ ഞാൻ ബ്ലോക്ക് ചെയ്തു വെച്ചു. എന്തേ? അവർ പറയുന്ന തെറിവാക്കുകൾ പരിശുദ്ധ റമദാനിൽ പോലും. കഴിഞ്ഞ റമദാനിൽ എനിക്കുണ്ടായ അനുഭവമാണ്. ഇവരാണോ സലാഹ്? ഇവർക്കാണോ തഖ്വയുള്ളത്? സഹോദരന്മാരെ, അപ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇവർക്കതിനുള്ള യോഗ്യത തന്നെ ഇല്ല എന്നാണ്. പിന്നെ ഇവരെ സലഫിയത്തിലേക്ക് ചേർത്ത് കെട്ടി ഈ നിലക്കുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മാത്രമല്ല, ഇവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അനിസ്ലാമികമാണ്. അടിയും ഇടിയും മർദ്ദനമുറകളും. എന്ത് തെളിവാണ് അതിനുള്ളത്? അല്ലേ? റുഖിയ ചെയ്യുമ്പോൾ അടിക്കാനും ഇടിക്കാനും മർദ്ദനമുറകൾ സ്വീകരിക്കാനും. സലഫി ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ പോലും അത്തരം സംഗതികളെ എതിർത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഇപ്പോൾ സൗദിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ പ്രഗത്ഭനാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, റുഖിയയുടെ പേരിൽ ചില ആളുകൾ അടിക്കുകയും മർദ്ദനമുറകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു, അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് ഹാദാ മഹുവ റാഖി. അത്തരം ആളുകൾ റാഖിയല്ല, അവന് റുഖിയ ചെയ്യാനോ ഒരു അധികാരമില്ല. പിന്നെ ആരാണവൻ? ഹാദാ മുഅ്ദി, ജനങ്ങളെ പീഡിപ്പിക്കുന്ന പീഡകനാണവൻ എന്നാണ് പറഞ്ഞത്. അർറുഖിയത്തു മാ ഫീഹാ ലർബുൻ വലാ ഖനഖുൻ യഖറഉൽ ഖുർആൻ വയൻഫുതു അലൽ മരീദ്. റുഖിയ എന്ന് പറഞ്ഞാൽ അതിൽ ഇടിയും അടിയും മർദ്ദനമുറകളൊന്നുമില്ല. വളരെ കൃത്യമാണ്. അതേപോലെ തന്നെ റുഖിയയുടെ പേരിൽ ജിന്നിനെ ഹാജരാക്കി ജിന്നിനോട് സംസാരിച്ച് അങ്ങനെ ചികിത്സാ രീതികൾ സ്വീകരിക്കുന്ന ആളുകൾ, അല്ലേ? അങ്ങനെ ചികിത്സിക്കുക, എന്നിട്ട് അതിന് കശ്ഫ് എന്ന പേര് നൽകുക, ഓമന പേര്. അങ്ങനെ ഒരു പേര്, അങ്ങനെ ഒരു പ്രയോഗം തന്നെ സലഫി ലോകത്ത് പരിചയമില്ല. ഷിയാക്കളുടെയും അതേപോലെ തന്നെ സൂഫികളുടെയും ഒക്കെ ഇടയിലാണ് അങ്ങനെയുള്ളൊരു പേര് തന്നെ ഉള്ളത്, പ്രയോഗം തന്നെ ഉള്ളത്, അല്ലേ? ജിന്ന് ശൈത്താൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? സത്യപ്പെടുത്താൻ പറ്റുമോ? വഞ്ചകനല്ലേ അവൻ? അവൻ്റെ സംസാരം അതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? എന്നാലോചിച്ച് നോക്കൂ. അവനോടാണോ ഈ നിലക്കുള്ള വിഷയങ്ങളിൽ സഹായം തേടേണ്ടത്? ഇതൊക്കെ ശിർക്കിലേക്കും അതേപോലെ അനിസ്ലാമികമായ പ്രവണതകളിലേക്കുമല്ലേ നയിക്കുന്നത്? അത് തന്നെ പല വിധങ്ങളുണ്ട്. അതൊക്കെ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയുമെന്നാണ്. അംഗീകരിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? ഇങ്ങനെ അനിസ്ലാമികമായ ഒരുപാട് കാര്യങ്ങൾ ഇത്തരം ആളുകൾ, ഇത്തരം ചൂഷകന്മാരുടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മളാരും അതിനെ അംഗീകരിക്കുകയോ അതിനെ സാധൂകരിക്കാനോ അത് സലഫിയത്താണെന്ന് പറയാനോ നമ്മളാരും തയ്യാറില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ആളുകളെ, നിരപരാധികളായ ആളുകളുടെ മേൽ വെച്ചുകെട്ടി ഇതാണ് മുജാഹിദുകൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്തുമാത്രം അപരാധമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഫിറോസുമായി ബന്ധപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ വിഷയത്തിലുണ്ടായ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമാണ്. ആരെയും വിമർശിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ വസ്തുത ഇതാണ്. എന്നാൽ ഇതിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് വസത്തി, മധ്യമ നിലപാടാണ്. ഉള്ളതിനെ നിഷേധിക്കാനോ അതിവാദങ്ങളിലേക്കോ നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് ഈ നിലക്കുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു വിഭാഗത്തോടുള്ള ശത്രുതാ മനോഭാവം, അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. അല്ലാഹുവിൻ്റെ കൃത്യമായ ഈ വിഷയത്തിലുള്ള മുന്നറിയിപ്പാണ്. ഒരു ജനതയോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ അത് അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അതുമാത്രം ചിന്തിക്കുക. മരണവും വിചാരണയും പരലോകമുണ്ട് എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. വിശദമായി പരാമർശിക്കേണ്ട ഒരു വിഷയമാണ്, പക്ഷെ ഞാൻ സൂചനകൾ നൽകിയതാണ്. ആവശ്യമായി വരികയാണെങ്കിൽ നമുക്കിതുമായി ബന്ധപ്പെട്ട മറ്റു ചർച്ചകളിലേക്ക് പോകാം. സത്യം മനസ്സിലാക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.